ജേണി വിത്ത് അൻവറിന്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൂടെ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് വിശദീകരിച്ചത്. ഈ വീഡിയോയിലൂടെ രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് നാം ആരംഭിക്കുന്നത്. നീണ്ട 10.5 വർഷക്കാലത്തെ ഭരണം, നിരവധി പടയോട്ടങ്ങൾ, ലബനാൻ, സിറിയ, ഫലസ്തീൻ, ജോർദാൻ ഉൾക്കൊള്ളുന്ന ഷാമിലേക്കുള്ള പടയോട്ടം, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഈജിപ്റ്റ് കീഴടക്കുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നത് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. അങ്ങനെ എത്രയെത്ര പടയോട്ടങ്ങൾ. ലോക ചരിത്രത്തിൽ നിരവധി മഹാന്മാർ ചർച്ച ചെയ്യപ്പെട്ട ഉമറിന്റെ ഭരണം, പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പോലും ആഗ്രഹിച്ചത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ വിധവ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരവധി മുഹൂർത്തങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ജേണി വിത്ത് അൻവറിന്റെ ഈ വീഡിയോയിലൂടെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണാധികാരികളിൽ വെച്ച് ഏറ്റവും മഹനീയമായൊരു മാതൃക ലോകത്തിന് സംഭാവന ചെയ്ത മഹാനായൊരു നേതാവാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഉദാത്തമായൊരു ഭരണ സംവിധാനമാണ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ അദ്ദേഹം കാഴ്ചവെച്ചത്. ആധുനിക ബുദ്ധിജീവികൾ പോലും ഉമറിൻ്റെ ഭരണം വന്നു കാണാൻ ആഗ്രഹിച്ചു പോയെങ്കിൽ അതെത്ര കണ്ട് മഹത്തരമായിരുന്നു എന്ന വസ്തുത ചിന്തനീയമാണ്. ലോകം മുഴുവനും സുഖസുഷ്പിതിയിലാണ്ട സമയം പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ അറിയാൻ വേണ്ടി ഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും പ്രതികൂല കാലാവസ്ഥ പോലും വകവെക്കാതെ നടന്നു ചെന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നീതിബോധം എക്കാലത്തും ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യങ്ങൾക്ക് അധിപനായ മഹാനായ ചക്രവർത്തി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കേവലം ഒരു ഫക്കീറിൻ്റെ രൂപത്തിലാണ് സ്വകാര്യ ജീവിതം നയിച്ചത്. തൻ്റെ ചെറുതും വലുതുമായ ഓരോ പ്രവർത്തനത്തിലും അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രീഭൂതനാകുമോ എന്നുള്ള ഉൾഭയത്തോടു കൂടി വളരെ സൂക്ഷിച്ചാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് നയിച്ചത്. ഭരണം ഭരണീയരുടെ ക്ഷേമത്തിൽ എന്നതിലുപരി ഭരണകർത്താക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിൽ മത്സരിക്കുന്ന ആധുനിക യുഗം. ഒരു കാരക്കത്തുണ്ടിന് പോലും അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരുമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി പ്രജകളുടെ ഐശ്വര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ചരിത്രം ഒരു 100 ആവർത്തി കേട്ടാലും മതി വരില്ല. പരിശുദ്ധ ദീനിനെ തകർക്കാൻ വേണ്ടി ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചെത്തുകയും മാനസാന്തരം വന്ന കൊച്ചു കുഞ്ഞിനെ പോലെ കണ്ണീര് ഒഴുക്കുകയും ചെയ്ത ആ ധീര വീര കേസരിയുടെ ചരിത്രത്തിൽ നിന്നുള്ള ഏടുകൾ ഉൾപുളകത്തോടു കൂടിയല്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. നീതിയുടെ തുലാസിൽ ഒരു അന്നുമണി തൂക്കം വ്യത്യാസം വരുത്താതെ ഭരണം നടത്തിയിട്ടെത്തും തൻ്റെ പ്രവർത്തനങ്ങളിൽ അപാകതകൾ വന്നിട്ടുണ്ടാകുമോ എന്ന് ഭയന്ന് സർവലോക രക്ഷിതാവിനോട് ഇരവോതുന്ന ആ മഹാനായ ഖലീഫയുടെ ജീവിതത്തിലെ അസുലഭ മുഹൂർത്തങ്ങൾ അനാവരണം ചെയ്യപ്പെടുകയാണ് ഇവിടെ. ഈ മഹൽ വ്യക്തിത്വത്തിൻ്റെ മാതൃകാ ജീവിതത്തിലൂടെ നമുക്ക് ഒരു ഓട്ട പ്രദക്ഷിണം നടത്താം ജേണി വിത്ത് അൻവറിൻ്റെ ഈ വീഡിയോയിലൂടെ. പാതിരാത്രി ഇരുട്ടിൻ്റെ കരിമ്പടത്തിനുള്ളിൽ ലോകമാകെ മൂടി പുതച്ചുറങ്ങുന്ന സമയം, മനുഷ്യനായി പിറന്ന ഓരോരുത്തരും ഉണർന്നിരിക്കാൻ ഇടയില്ലാത്ത ആ സമയം, ആ കറുത്ത രാത്രിയിൽ ഇരുട്ടിൻ്റെ മൂടുപടം ചികഞ്ഞ് മാറ്റിക്കൊണ്ട് വെളിച്ചത്തിൻ്റെ ഒരു കീറ് പുറത്തേക്ക് കാണപ്പെട്ടു. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും അവിടെ അങ്ങനെ ഒരു വെളിച്ചം കാണാൻ കാരണം എന്താണ്? നമുക്ക് അന്വേഷിക്കാം. യാത്രക്കാർ താൽക്കാലിക താവളത്തിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയതുപോലെ ഒരു കൂടാരത്തിനകത്ത് നിന്നാണ് വെളിച്ചം പുറത്തു വരുന്നത്. പുറത്ത് കൂടാരത്തിൻ്റെ അരികിൽ നിന്ന് അവിടെ ഒരു ഒട്ടകത്തെ കാണാം.
ഒട്ടകത്തിന് സമീപം ഒരു മനുഷ്യൻ. അയാൾ അസ്വസ്ഥനായി അങ്ങുമിങ്ങും നടക്കുന്നു. ഇടയ്ക്കിടെ എന്തൊക്കെയോ പിറുപിറുക്കുന്നു. ഇരുട്ടിൽ അയാളുടെ മുഖഭാവം പ്രത്യക്ഷമായി കാണുന്നില്ലെങ്കിലും അവിടെ നിറഞ്ഞു നിന്നത് ആരോടോ ഉള്ള ഈർഷ്യമാണെന്ന് മനസ്സിലാക്കാമായിരുന്നു. പെട്ടെന്നൊരാൾ കൂടി അങ്ങോട്ട് വന്നു. ആഗതൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന വിളക്കിൻ്റെ തിരി നീട്ടി ഒട്ടകത്തിന് സമീപം നിൽക്കുന്നയാളെ ആകെയൊന്ന് നോക്കി. കൃശാഗ്രതനായ ഒരു ഗ്രാമീണൻ. മുഷിഞ്ഞ് ചീത്തയായ വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. അയാളുടെ മുഖത്ത് എന്തോ കാര്യമായ ഒരു പ്രശ്നം വായിച്ചെടുക്കാം. കുറച്ച് സമയം അയാളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ആഗതൻ നിശബ്ദത ഭഞ്ജിച്ചു. താങ്കൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തോ കാര്യമായൊരു ദുഃഖം താങ്കളെ പിടികൂടിയിട്ടുണ്ടെന്ന് ഈ മുഖഭാവത്തിൽ നിന്നറിയാം. ആഗതന്റെ വാക്കുകൾ കേട്ടപ്പോൾ അയാൾക്ക് കോപം അടക്കാനായില്ല. പെരുവിരലിൽ നിന്നും ഒരു തരിപ്പ് മുകളിലോട്ട് കയറി തുടങ്ങുകയായിരുന്നു. ആകെ വിഷമിച്ച് തല പുണ്ണാക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഒരുത്തൻ വന്നിരിക്കുന്നു. അതോ അടുത്തുകൂടി പറ്റിക്കാനായി വന്ന കള്ളനോ കൊള്ളക്കാരനോ ആയിരിക്കുമോ ഇയാൾ? ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മനുഷ്യ, തനിക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. നിന്നോട് മറുപടി പറയാനുള്ള മാനസിക അവസ്ഥയിലല്ല ഞാനിപ്പോഴുള്ളത്. താങ്കളുടെ മനസ്സിനെ എന്തോ ഒരു വ്യത അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്താണെന്ന് തുറന്നു പറയൂ, എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു തരാം. അത് കേട്ടപ്പോൾ അയാളുടെ കോപം ഇരട്ടിക്കുകയാണുണ്ടായത്. അയാൾ അരയിൽ നിന്നും വാളൂരി നീട്ടിപ്പിടിച്ചുകൊണ്ട് കർക്കശസ്വരത്തിൽ ആക്രോശിച്ചു, എടോ, മര്യാദക്ക് സ്ഥലം വിടുന്നതാണ് നല്ലത്. ഇനിയും ഇവിടെ നിന്നാൽ. ആഗതൻ അത് കേട്ട് അല്പം പോലും പതറിയില്ല. അയാൾ കൂടുതൽ വിനയാന്യുതനായി ഇപ്രകാരം പറഞ്ഞു, സഹോദര, എന്ത് അവിവേകമാണ് താങ്കൾ ഈ പറയുന്നത്? ഞാൻ അസമയത്ത് ഈ പ്രദേശത്ത് നിന്നും ഒരു വെളിച്ചം കണ്ടതുകൊണ്ട് അതെന്താണെന്ന് അറിയാനാണ് വന്നത്. താങ്കളാണെങ്കിൽ ഇപ്പോൾ എന്തോ അത്യാഹിതം സംഭവിച്ചതുപോലെ തോന്നുന്നു. ഒരു നല്ല കൂട്ടുകാരൻ്റെ ആവശ്യം ഏറ്റവും അധികം ആവശ്യമുള്ള ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് പറയൂ, താങ്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ്? എന്ത് പ്രശ്നമായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി അത് തീർത്തു തരുവാൻ ഞാൻ തയ്യാറാണ്. ആഗതന്റെ വാക്കുകൾ കേട്ടപ്പോൾ അയാളുടെ കോപം ഒന്നൊതുങ്ങി. അയാൾ ഒരു അഭ്യുതകാംക്ഷിയാണെന്ന് തോന്നുന്നു. തൻ്റെ വിഷമതകൾ ഇയാളോട് തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ വല്ല സഹായവും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരാം. ഇപ്രകാരം ആത്മഗതം ചെയ്തുകൊണ്ട് അയാൾ തൻ്റെ മനസ്സിലെ നൊമ്പരപ്പെടുത്തുന്ന കാര്യം ആഗതനോട് പറയാൻ ഒരുങ്ങി. ഞാൻ കുടുംബസമേതം ഒരു യാത്രക്ക് പുറപ്പെട്ടതായിരുന്നു. ഗർഭിണിയായ എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ എത്തിയപ്പോൾ പ്രസവ വേദന തുടങ്ങി. വേഗം ടെന്റ് കെട്ട് ഭാര്യയെ അതിനകത്ത് കിടത്തി. ഇനി എന്ത് എന്ന് നിസ്സഹായനായി ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. യാ അല്ലാ! അകത്തു നിന്നും ഒരു സ്ത്രീയുടെ നിലവിളി. ആ കരയുന്നത് എൻ്റെ ഭാര്യയാണ്. പേറ്റുനോവാണ്. എന്ത് സംഭവിക്കാനും ഇടയുണ്ട്. ഈ സമയത്ത് ഒരു വയറ്റാട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. ഞാൻ ഈ വിജനതയിൽ ഇവളെ തനിച്ചാക്കി ആരെ അന്വേഷിച്ചു പോകും? എവിടെ പോകും? ഇതൊക്കെയാണ് എൻ്റെ ഹൃദയത്തിലുള്ള വ്യതയ്ക്ക് കാരണം. ആഗതൻ ഇതെല്ലാം കേട്ട് അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പ്രിയ സുഹൃത്തെ, താങ്കൾ ഒട്ടും വ്യാകുലപ്പെടേണ്ടതില്ല. ഈ പ്രതിസന്ധിയിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അല്പം ക്ഷമിക്കൂ. ഒരു വയറ്റാട്ടിയെയും കൊണ്ട് ഞാൻ ഇപ്പോൾ വരാം. അവൾക്ക് ഒരുപാട് പ്രതിഫലം കൊടുക്കേണ്ടി വരുമോ? എൻ്റെ കൈവശമാണെങ്കിൽ കാര്യമായി ഒന്നുമില്ല. അങ്ങനെ പ്രതിഫലം വാങ്ങുന്ന വയറ്റാട്ടിയെയല്ല ഞാൻ കൊണ്ടുവരുന്നത്. അവൾ ഒരിക്കലും പ്രതിഫലം ആശിക്കുകയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ആഗതൻ ഇരുട്ടിലേക്ക് ഊളിയിട്ടിറങ്ങി. ടെന്റിനകത്ത് കിടന്ന് ഭാര്യ ഞെളിയുകയും പിരിയുകയും ചെയ്യുന്നു. വേദന സഹിക്കാൻ വയ്യാതെ അവൾ നിലവിളിക്കുന്നുണ്ട്. ആ ഭർത്താവിൻ്റെ ഹൃദയം പിടക്കുകയായിരുന്നു. പക്ഷേ ആ വിഷമവൃത്തം അധിക സമയം നീണ്ടു നിന്നില്ല. അപ്പോഴേക്കും അകലെ നിന്നും റാന്തലിൻ്റെ വെളിച്ചം ദൃശ്യമായി. ഒരു പുരുഷനും സ്ത്രീയും തങ്ങളുടെ കൂടാരം ലക്ഷ്യമാക്കി നടന്നു വരുന്നത് അയാൾ കണ്ടു. അടുത്തെത്തിയപ്പോൾ പുരുഷൻ മുമ്പ് വന്ന് തിരിച്ചുപോയ ആളാണെന്ന് മനസ്സിലായി. അയാളുടെ കൈവശം എന്തൊക്കെയോ ചില സാധനങ്ങളുമുണ്ട്. സ്ത്രീ വന്നപാടെ കൂടാരത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. പുരുഷൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ അയാൾക്ക് നൽകി. വിശപ്പ് തീർന്നപ്പോൾ അയാൾ ആഗതനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എവിടെയാണ് സ്വദേശം? ഞാൻ മദീനത്ത് തന്നെയുള്ള ആളാണ്. എൻ്റെ യജമാനൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എൻ്റെ തൊഴിൽ. ഇവിടെയാണ് സ്ഥിര താമസമെങ്കിലും മക്കയാണ് എൻ്റെ ജന്മഭൂമി. നിങ്ങൾ റസൂലിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ.
ആഗതൻ താൻ വിചാരിച്ചതിലും മാന്യനാണെന്ന് ആ ഗ്രാമീണന് തോന്നി. ഭാഗ്യവാനും. കാരണം റസൂൽ തിരുമേനിയെ നേരിൽ കണ്ടാണല്ലോ. അയാൾ വീണ്ടും ആഗതനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഖലീഫ ഉമറിനെ അറിയുമോ? അറിയും. ഖലീഫയുടെ സ്വഭാവം പരുക്കനാണെന്ന് എല്ലാവരും പറയുന്നത് ശരിയാണോ? വളരെ ശരിയാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടാരത്തിനകത്ത് നിന്നും സ്ത്രീയുടെ ഞരക്കത്തിന് ശക്തി കൂടി. പിന്നെ ഒരു പൈതലിന്റെ കരച്ചിൽ. നിർവൃതിയുടെ നിമിഷം. അകത്ത് ഒരു പിറവി നടന്നിരിക്കുന്നു. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. കൂടാരത്തിന്റെ കവാടം തുറക്കപ്പെട്ടു. അമീറുൽ മുഅ്മിനീൻ, ഇതാ ഇവിടെ ഒരു പിറവി നടന്നിരിക്കുന്നു. താങ്കളുടെ സഹോദരന് ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത അദ്ദേഹത്തെ അറിയിക്കൂ. കുഞ്ഞ് പിറന്നത് അറിഞ്ഞ സന്തോഷത്തിനപ്പുറം അമീറുൽ മുഅ്മിനീൻ എന്ന വിളിയാണ് ആ പാവപ്പെട്ട കാട്ടറബിയുടെ ഹൃദയത്തിൽ പതിച്ചത്. അയാൾ ഞെട്ടിത്തിരിച്ചു. ഒന്നും ഉരിയാടാൻ വയ്യാതെ കുറെ സമയം പകച്ചിരുന്നു പോയി. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുമെന്നത് ഖലീഫയെയാണ്. ഖലീഫ ഉമറാണ് ഇപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്നത്. താൻ എന്തൊക്കെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്? ആദ്യം വന്നപ്പോൾ കോപിച്ചു, വാളൂരി കൊല്ലുമെന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. ഖലീഫ ക്രൂരനാണെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തനിക്ക് ഒന്നും അദ്ദേഹം കോപിച്ചില്ല. ഞാൻ എന്തൊരു പാപിയാണ് ഇലാഹി, ഈ ഗ്രാമീണൻ വിലപിച്ചു. അമീറുൽ മുഅ്മിനീൻ, ഈ മഹാപാപിയോട് പൊറുക്കേണമേ, എൻ്റെ അവിവേകം ക്ഷമിക്കണമേ. അങ്ങ് ഖലീഫയാണെന്നറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങയെ കൊണ്ട് ഞാൻ ഭൃത്യവേല എടുപ്പിച്ചു. ഞാൻ പാപിയാണ്. അയാൾ പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദര, താങ്കൾ എന്നോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? മാപ്പ് അപേക്ഷിക്കുന്നതിന് വേണ്ടി മാപ്പ് തരേണ്ടവൻ അള്ളാഹുവാണ്. അവൻ്റെ കൽപ്പനകൾ നടത്തുന്ന അടിമ മാത്രമാണ് ഞാൻ. എൻ്റെ കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. അതായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു താൻ ഖലീഫയായിരിക്കുമ്പോൾ തൻ്റെ രാജ്യത്തെ പ്രജകളുടെ ജീവിതം നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായി പ്രച്ഛന്ന വേഷം കെട്ടി രാത്രിയുടെ നിശബ്ദതയിൽ ഗ്രാമങ്ങൾ തോറും നടക്കുന്ന ഭരണാധികാരി, ലോകം കണ്ട ഏറ്റവും നീതിമാനായ ജനപ്രതിനിധി. പാവപ്പെട്ട ആ ഗ്രാമീണന്റെ ദുരവസ്ഥ കണ്ട് മനസ്സറിഞ്ഞ അദ്ദേഹം നേരെ പോയത് സ്വന്തം വസതിയിലേക്കാണ്. വീട്ടിൽ ചെന്ന് സ്വന്തം ഭാര്യയെ വിളിച്ചു. തനിക്ക് തയ്യാർ ചെയ്തു വെച്ചിരുന്ന ഭക്ഷണം ഗ്രാമീണന് കൊണ്ടുവന്നു കൊടുത്തു. അങ്ങനെ ഗ്രാമീണന്റെ ഭാര്യയുടെ പേരെടുക്കാൻ വേണ്ടി വയറ്റാട്ടിയായി വന്നത് ഖലീഫയുടെ പ്രിയപ്പെട്ട പത്നിയായിരുന്നു. ആ മഹിളാ രത്നം ഭർത്താവ് ഇക്കാര്യം പറഞ്ഞപ്പോൾ യാതൊരു വൈമനസ്യവും കൂടാതെ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സേവന മനസ്ഥിതിയുടെ ഉടമയായ രണ്ടാം ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം ചുരുളഴിയുകയാണ്. ക്രിസ്താബ്ദം 588 ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജനിച്ചത്. ബനു അദിയു ഗോത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ കബീല. നുഫൈലിൻ്റെ പുത്രനായ ഖത്താബാണ് പിതാവ്. മാതാവ് ഹാഷിമുബിനു മുഗീറയുടെ മകളായ വാന്തമയും. ഉമർ ജനിച്ചതറിഞ്ഞ പിതാവ് കുറേ മൃഗങ്ങളെ അറുത്ത് ബിംബങ്ങൾക്ക് കാഴ്ചവെച്ചു. അനന്തരം നാട്ടുകാരെ വിളിച്ച് വലിയ സദ്യ നടത്തുകയും ചെയ്തു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വളർന്നു വലുതായപ്പോൾ ഖത്താബ് മകൻ്റെ നേരെ പൗരുഷമായ പെരുമാറ്റം പതിവാക്കി. തൻ്റെ ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മകനെ കഠിനമായി പ്രഹരിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ബാല്യകാലം വളരെ ക്ലേശത്തോടു കൂടിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കഴിച്ചു കൂട്ടിയത്. ഖുറൈശികളിൽ അക്കാലത്ത് എഴുത്തും വായനയും അറിയുന്നവരായി കേവലം വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ ഒരാൾ ഉമറായിരുന്നു. പക്ഷേ അത് ഒരു ബഹുമതിയായി മക്കക്കാരും പരിഗണിച്ചിരുന്നില്ല. കൗമാരം പിന്നിട്ടപ്പോൾ കച്ചവട രംഗത്തെയും അദ്ദേഹം ശ്രദ്ധ തിരിഞ്ഞു. തുണിക്കച്ചവടമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയിരുന്നത്. തൻ്റെ വ്യാപാരം കൊണ്ട് പല നാടുകളിലും സഞ്ചരിക്കാനും പലവിധ അറിവുകൾ നേടാനും ഉമർ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു. തന്നെയുമല്ല, അദ്ദേഹം പലവിധ ആയുധാഭ്യാസവും ഗുസ്തിയും കുതിരസവാരിയും പരിശീലിച്ചിരുന്നു. പ്രഗത്ഭമതിയായ ഒരു വാഗ്മി കൂടിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. നല്ല സൗന്ദര്യവും ആകാരവടിയുമുള്ള ഒരു പുരുഷനായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഓരോ വർഷവും മക്കയിൽ നടന്നു വരുന്ന പെരുന്നാൾ ആഘോഷവേളയിൽ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിലെല്ലാം അദ്ദേഹം പങ്കെടുക്കുകയും ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്യുന്നത് പതിവായിരുന്നു.
തൻ്റെ കറുത്ത കുതിരപ്പുറത്ത് കയറി അങ്ങാടിയിലെ മത്സരവേദികളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ്. ലഹരി സാധനങ്ങൾ സർവ്വസാധാരണമായ അറേബ്യയിൽ ഉമർ റളിയല്ലാഹു അൻഹു ലഹരിയുടെ അടിമയായിരുന്നു. മദ്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിലൊന്നായി. കള്ള് അക്കാലത്ത് പുരോഗതിയുടെ ലക്ഷണമായിരുന്നു. ഇന്നത്തെ സൊസൈറ്റി ജീവിതത്തിൽ മദ്യപിക്കാത്തവന് സ്ഥാനമില്ലാത്തതുപോലെ അന്നത്തെ കാലത്തും മദ്യപിക്കാതിരുന്നത് പൗരുഷത്തിന് അപമാനകരമായി പരിഗണിച്ചിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഉമർ റളിയല്ലാഹു അൻഹു അക്കാലത്ത് വീരശൂര പരാക്രമികളിൽ ഒരാളായിരുന്നു. ജാഹിലിയ കാലം ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചിരുന്നു. മദ്യം സർവ്വസാധാരണമായതുപോലെ തന്നെ മദിരാക്ഷിയും പുരുഷന്മാരുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ള സുഖഭോഗ വസ്തുക്കളിൽ ഒന്നായിരുന്നു. പെണ്ണുങ്ങൾക്ക് സമൂഹത്തിൽ അക്കാലത്ത് മറ്റൊരു പരിഗണനയും ലഭിച്ചിരുന്നില്ല എന്നതാണ് നേര്. ഇന്നത്തെ സ്ത്രീ പുരുഷ സമത്വവാദികൾ ആ കാലഘട്ടത്തെക്കുറിച്ച് അല്പം ചിന്തിക്കുന്നത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഏതു നിലയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ ജനങ്ങളെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയധികം സ്ഥാനമാനങ്ങൾ നൽകുകയും അവകാശങ്ങളും കടമകളുമുള്ള ജീവിത പങ്കാളിയാക്കുകയും ചെയ്തുവെന്ന് അറിഞ്ഞുവെങ്കിൽ മാത്രമേ ഇസ്ലാമിനെതിരെയുള്ള പരിഹാസ വചനങ്ങൾക്ക് അറുതി വരുത്തുകയുള്ളൂ. പെണ്ണുങ്ങൾ അവർ തങ്ങൾക്ക് തോന്നുമ്പോൾ സംഭോഗത്തിലേർപ്പെടാനുള്ള ഒരു വസ്തു അതായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളുടെ ഉള്ളിലിരിപ്പ്. ഭോഗിക്കാനും പ്രസവിക്കാനും അവർക്ക് പെണ്ണുങ്ങൾ വേണം, എന്നാൽ സ്വന്തം പുത്രിമാർ അവർക്ക് ഉണ്ടായിക്കൂടാ. ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ ഓരോ ഭർത്താവിൻ്റെയും കരളിൽ തീയാണ്. അവൾ പ്രസവിക്കുന്നത് വരെ ഉറക്കം നഷ്ടപ്പെട്ട രാവുകളായിരിക്കും അയാളുടെ മുമ്പിൽ. അങ്ങനെ തൻ്റെ ഭാര്യ ഒരു പുരുഷ പ്രജയെ പ്രസവിച്ചാൽ അയാൾ ദീർഘശ്വാസം വലിക്കും, ദൈവങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തും, മൃഗങ്ങളെ ബലി നൽകും. നേരെ മറിച്ച് പെൺകുഞ്ഞാണ് തനിക്ക് പിറന്നതെങ്കിൽ ആ പിതാവിൻ്റെ മട്ടുമാറും, അയാളുടെ മുഖം കറുക്കും, അവിടെ ഒരു ഭീബൽസ പ്രത്യക്ഷപ്പെടും. പിന്നെ പൈശാചികമായൊരു വികാരത്തോടു കൂടി ആ ചോര പൈതലിനെ കുഴിച്ചു മൂടും. തൻ്റേതല്ലാത്ത കുറ്റത്തിന് ആ കുരുന്ന് ജീവൻ ഹോമിക്കപ്പെടും. ഇത്രയും ഭയാനകമായ നീച പ്രവൃത്തി ചെയ്യാൻ ഒരു കൂസലുമില്ലാത്ത വിഭാഗങ്ങളായിരുന്നു അറബികൾ. ആ അറബികളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ച പ്രാകൃത സ്വഭാവക്കാരനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇത്തരം നീച പ്രവൃത്തികളിൽ താൻ ചെയ്തത് പിൽക്കാലത്ത് പശ്ചാത്താപ വിവശനായി കണ്ണുനീരോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാറുണ്ടായിരുന്നു. സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജാഹിലിയ കാലഘട്ടത്തിന്റെ മുഖം നാം വിശദീകരിച്ചു. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ചരിത്ര മുഹൂർത്തത്തിന്റെ ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാനുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിന്റെ രണ്ടാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.